ഈശോ സ്തുതിയെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിന്റെ അനന്ത സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ നിറയെ നമ്മൾ കണ്ടിരുന്നത്. ഉണ്ടാകുന്ന മുമ്പ് അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ആയിരുന്നതിന് മുമ്പ് തന്നെ ആട്ടിടയെ ധരിച്ചിരുന്നു. കടന്നുപോകും എന്നാണ്. അങ്ങനെയാണ് കാലാവസ്ഥ വ്യതിയാനങ്ങളും സംഭവിക്കുമ്പോൾ പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ വേണ്ടി പുറപ്പെടും. അങ്ങനെ പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ തേടി പുറപ്പെടുന്ന അന്ന് അവർ എല്ലാവരും ഒന്നു ചേർന്ന് ആചരിച്ചിരുന്ന ആഘോഷിച്ചിരുന്ന പെരുന്നാൾ പെസഹ കടന്നു പോവുകയാണ്, പോവുകയാണ്. അതുപോലെ തന്നെ മറ്റു നാളും ഇടയിലുണ്ടായിരുന്നു. അത് പെരുന്നാൾ. മാസത്ത് എന്ന് പറയുന്നത് കർഷകർ അധ്വാനിച്ച് വിളവെടുപ്പിൻ്റെ കന്നിഫലങ്ങൾ അവ കേടുകൂടാതെ എന്ന് പറയുമ്പോൾ അതിന് പരിശുദ്ധി നഷ്ടപ്പെട്ടു പോകാതെ എന്ന് സൂചിപ്പിക്കുന്നത് പുളിപ്പില്ലാത്ത അവസ്ഥയിൽ ആ ഭക്ഷ്യധാന്യങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നതിൻ്റെ ആഘോഷമാണ്. കർഷകർ ദൈവത്തിന് നന്ദി പറയുവാനും ദൈവഭക്തരായ മനുഷ്യർ തങ്ങൾക്ക് ലഭിച്ച വിളവിൻ്റെ കന്നിഫലങ്ങൾ പൊളിപ്പില്ലാത്ത വിധം ദൈവത്തിന് സമർപ്പിക്കുകയും ദൈവത്തിന് നന്ദി പറയുവാനും അവർക്ക് ഒന്നിച്ചു ചേർന്ന് ആഘോഷിക്കാനുമുള്ള പെരുന്നാളായി അവർ ആ പെരുന്നാളിനെ കണ്ടിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ രണ്ട് തിരുനാളുകളും അല്ലെങ്കിൽ പെരുന്നാളുകളും സംയോജിപ്പിച്ച് ഒന്നായി തീരുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഇവ ഒന്നായെങ്കിലും പിൽക്കാലത്ത് യഹൂദർ അല്ലെങ്കിൽ ഇസ്രായേൽ ജനം തങ്ങളുടെ കടന്നുപോകലായ ചെങ്കടൽ കടന്ന് വിശുദ്ധ നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഓർമ്മ അവർ ആചരിക്കുകയാണ്. ചരിത്രപ്രസിദ്ധമായ ചെങ്കടലിലൂടെ അവർ കടന്നു പോവുകയാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം കാണിച്ചു തരുന്ന വിശുദ്ധ നാട്ടിലേക്കുള്ള യാത്രയാണ്. ഈ യാത്രയിലേക്ക് ഒരുങ്ങുമ്പോൾ ഇതൊരു കടന്നുപോകലാണ്. ഇസ്രായേൽ ജനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആട്ടിടയന്മാരും കർഷകരും ആചരിച്ചിരുന്ന രണ്ട് പെരുന്നാളുകൾ, അത് ഒന്ന് പെസഹ തിരുനാളാണ്, മറ്റൊരു തിരുനാൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. അല്ലെങ്കിൽ ആ അപ്പം അല്ലെങ്കിൽ ആ നെല്ലിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടാതെ ദൈവത്തിന് സമർപ്പിക്കുന്ന തിരുനാൾ. ഇവയും കൂടി ഈ പെസഹ ഇസ്രായേൽ ജനത്തിൻ്റെ കടന്നുപോകലുമായി ഒന്നിപ്പിക്കുക. അവർ ആ കടന്നുപോകലിൻ്റെ വിശുദ്ധ ദിനമായിട്ടും മോചനത്തിൻ്റെ ദിനമായിട്ടും അവർ ആചരിക്കുകയും അവർ പിന്നീട് എക്കാലവും അനുസ്മരിക്കുകയും അതാഘോഷിക്കുകയും ചെയ്തു പോന്നു. അതാണ് യഹൂദരുടെ പെസഹ തിരുനാൾ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇത് സംഖ്യാപുസ്തകം
12-ാം അധ്യായത്തിലും പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലും 13-ാം അധ്യായത്തിലും യഹൂദരുടെ പെസഹ നമ്മൾ വ്യക്തമായി കാണുന്നുണ്ട്. യഹൂദ ജനത അല്ലെങ്കിൽ ഇസ്രായേൽ ജനത ആകുന്നതിന് മുമ്പ് തന്നെ ആ നാട്ടിൽ നിലനിന്നിരുന്ന രണ്ട് ആഘോഷങ്ങൾ ഒന്നിപ്പിച്ച് അതേ ഇസ്രായേൽക്കാരുടെ ചെങ്കടല കടന്ന് വിശുദ്ധ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ നിത്യ സ്മാരകമായി എന്നും ജനങ്ങൾ കൊണ്ടാടുന്നതാണ്, ഇസ്രായേൽ ജനം കൊണ്ടാടുന്നതാണ് പെസഹ തിരുനാൾ. അതിന് ചില കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചു. നിങ്ങൾ ആടിനെ കൊന്ന് അവിടെ രക്തം ബലിപീഠത്തിൽ തളിച്ച് അവിടെ മാംസം തീയിൽ വേവിച്ച് നിങ്ങൾ ഭക്ഷിക്കണം. നമ്മളെ ദൈവം കൂട്ടിക്കൊണ്ടുവന്ന്, നമ്മുടെ പൂർവികരെ ദൈവം കൂട്ടിക്കൊണ്ടുവന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അവരെ വഴി നടത്തിയ ദൈവം ഇന്നും നമ്മളെ വഴി നടത്തുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ദൈവമേ, തുടർന്നും ഞങ്ങൾ വഴി നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.